നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെട്ടെന്നൊരു നിമിഷം നടു റോഡിൽ ഒരു ഹെലികോപ്റ്റർ പറന്നിറങ്ങുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാതെ നാട്ടുകാർ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥ. എന്തായിരുന്നാലും ഒരു വലിയ അപകടം ഒഴിവായത് ആ പൈലറ്റിൻ്റെ സംയോജിതമായ ഇടപെടൽ മൂലമെന്നാണ് പിന്നീട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായത്. എന്നാൽ അതിനിടയിൽ ഒരു കാർ പൂർണ്ണമായും തകർന്നുപോയൊരു വീഡിയോയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇപ്പോൾ വൈറലായി തന്നെ പ്രചരിക്കുകയാണ്. നടു റോഡിൽ ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിംഗ് നടത്തിയതോടെ തലനാരിഴയ്ക്കാണ് നിരവധി ആളുകൾ, യാത്രക്കാർ രക്ഷപ്പെട്ടത്. സംഭവം നടന്നിരിക്കുന്ന ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ്. കേദാർനാഥിലേക്ക് തീർത്ഥാടകരുമായി പറന്നു പോവുകയായിരുന്ന ഹെലികോപ്റ്ററിനാണ് പൊടുന്നനെ യന്ത്രത്തകരാർ അനുഭവപ്പെട്ടത്. അതുമൂലം മറ്റ് നിർവാഹമൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് പൈലറ്റിന് ഹൈവേയിൽ അടിയന്തര ലാൻഡിംഗ്, എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടി വന്നു. 5 പേരുമായി യാത്ര തിരിച്ച ഹെലികോപ്റ്ററിനാണ് ടേക്ക് ഓഫിന് പിന്നാലെ തന്നെ സാങ്കേതിക തകരാർ അനുഭവപ്പെട്ടത്. അങ്ങനെ മറ്റൊന്നും തന്നെ ചിന്തിച്ചില്ല, പൈലറ്റ് അതിസാഹസികമായൊരു നീക്കം നടത്തി. ഹെലികോപ്റ്റർ ഇറങ്ങിയതോടെ ഇതിനിടയിൽപ്പെട്ട് ഒരു കാറ് പൂർണ്ണമായും തകർന്നു പോവുകയും ചെയ്തു. റോഡിലുണ്ടായിരുന്ന യാത്രക്കാരൊക്കെ ഓടി രക്ഷപ്പെടുകയും ഹെലികോപ്റ്ററിൻ്റെ യന്ത്രഭാഗങ്ങളിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്ന വീഡിയോ ദൃശ്യം ഇതിന് പിന്നാലെ പുറത്തു വന്നു. സംഭവം നടക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം 12:52 ബരാസു ബേസിൽ നിന്നാണ് ഈ ഹെലികോപ്റ്റർ പറന്നുയർന്നത്. കേദാർനാഥ് ധാമിലേക്കായിരുന്നു യാത്ര. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 5 തീർത്ഥാടകരും എന്തായിരുന്നാലും സുരക്ഷിതമായി തന്നെ പുറത്തെത്തിയിട്ടുണ്ട്. അവർക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല എന്നുള്ള വിവരവും കിട്ടുന്നുണ്ട്. എന്നാൽ പൈലറ്റിനാകട്ടെ നിസ്സാര പരിക്ക് സംഭവിച്ചു. പരിക്കേറ്റ പൈലറ്റിനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ ഹെലികോപ്റ്ററിൻ്റെ ടെയിൽ എൻഡ് തകർന്നു പോയത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാനായി സാധിക്കും. ടേക്ക് ഓഫിനിടയിൽ തന്നെ ഹെലികോപ്റ്ററിന് സാങ്കേതിക തകരാറുണ്ടെന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. അതിന് പിന്നാലെയാണ് വീതി കുറഞ്ഞ റോഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സൗകര്യമില്ലെങ്കിൽ പോലും യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ഉടൻ തന്നെ ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു ലാൻഡിംഗ് സാധ്യമായില്ലായിരുന്നുവെങ്കിൽ ഒരു വലിയ ദുരന്തത്തിന് തന്നെ ഇത് ഇടയാക്കിയേനെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കളക്റ്റീവ് കൺട്രോളിനുള്ള തകരാറാണ് ഇതിന് കാരണമായിട്ടുള്ളത്. ഇങ്ങനെ ഒരു തകരാർ സംഭവിച്ചുവെന്ന് പൈലറ്റ് ക്യാപ്റ്റനായിട്ടുള്ള RPS സോധി ഉടനടി തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ഹെലിപ്പാഡിന് തൊട്ട് താഴെ തന്നെയുള്ള റോഡിൽ നിയന്ത്രിത ലാൻഡിംഗ് നടത്തുകയുമായിരുന്നു ചെയ്തത്. ക്രസ്റ്റൽ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഹെലികോപ്റ്ററിനാണ് സാങ്കേതിക തകരാറ് സംഭവിച്ചതെന്നും യഥാസമയം തകരാർ തിരിച്ചറിഞ്ഞ പൈലറ്റിൻ്റെ ആ ഒരു ദൃഢനിശ്ചയത്തെയും സാഹസിക നീക്കത്തെയും ഒക്കെ തന്നെ ഏവരും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. സമീപത്തെ ഒഴിഞ്ഞ റോഡിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു, അതല്ലാതെ മറ്റ് നിർവാഹമില്ല എന്ന് ജില്ലാ ടൂറിസം ഡെവലപ്മെൻറ്റ് ഓഫീസറും ഹെലി സർവീസ് നോഡൽ ഓഫീസറും കൂടിയായിട്ടുള്ള രാഹുൽ ചബയും തൊട്ടുപിന്നാലെ പ്രസ്താവന ഇറക്കി വ്യക്തമാക്കുകയുണ്ടായി. ഉത്തരാഖണ്ഡ് സിവിൽ ഏവിയേഷൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി സംഭവം DGCA അറിയിച്ചിട്ടുണ്ട്. അടിയന്തര ലാൻഡിങ്ങിനിടയിൽ റോഡരികിൽ നിർത്തിയിട്ട കാറിന് കേടുപാടുകൾ സംഭവിച്ചതും ഇതിൻ്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തന്നെ പ്രചരിക്കുന്നുണ്ട്. അടിയന്തര ലാൻഡിങ്ങിനിടയിൽ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾക്കും ചെറിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അല്പസമയ നേരത്തേക്ക് ഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെട്ടെങ്കിൽ പോലും പിന്നീട് വളരെ വേഗത്തിൽ തന്നെ ഹെലികോപ്റ്റർ റോഡിൽ നിന്നും നീക്കിയെന്നും അധികൃതർ തന്നെ അറിയിച്ചു. മെയ് 8 ഉത്തരകാശി ജില്ലയിലെ ഗഗ്നാഗ്നിക്ക് സമീപം ഗംഗോത്രി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന ഹെലികോപ്റ്റർ തകർന്നൊരു സംഭവം അത് ഈ അടുത്തായിരുന്നു നാം ഏവരും കേട്ടത്. 1 മാസം മാത്രമേ പിന്നിടുന്നുള്ളൂ. അന്ന് 5 സ്ത്രീകളും പൈലറ്റും ഉൾപ്പെടെ 6 പേരായിരുന്നു മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ അപകടങ്ങൾ, അതിൽ നിന്നും രക്ഷ നേടാനായുള്ള സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ, ഇതിനെ തന്നെയാണ് ഏവരും ഇപ്പോൾ അഭിനന്ദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.